ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകണ്ട. സമയം 9:10 ആദ്യമൊക്കെ രാവിലെ നേരത്തെ എണീച്ച് കുളിച്ചിട്ടില്ല, പല്ല് വെച്ച് ചായ കുടിച്ച് കളി തുടങ്ങി. ഓക്കോളെ അമ്മമ്മ വാങ്ങിക്കൊടുത്തിട്ടുള്ള ബക്കറ്റും അരിപ്പയും കോരിയും ഒക്കെ കൊണ്ടാണ് അവളെ കളി. പോണ് മണ്ണും നിറച്ച്. മണ്ണ് വണ്ടിയ മണ്ണിലാണ് കളി, മണ്ണിക്കളി. തണലത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവിടെ അല്ല, ആ വണ്ടീൻ്റെ ബാക്കിലല്ല ഒട്ടിയ, ഈ വണ്ടീൻ്റെ ബാക്കിൽ ഇവിടെ തണല. മനസ്സിലായി? അതാണ് പോണേ, മനസ്സിലായിക്കണം. അവളെ രാവിലെ തന്നെ ഓളെ ഫ്രണ്ട്സൊക്കെ വന്ന് വിളിച്ചു കളിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ഓള് കളിക്കാൻ വേണ്ടി പോയില്ല. ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് കോപ്പി ചെയ്യാനുണ്ട്, അതായിട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം. പറഞ്ഞതുപോലെ 9:15 ആവാറായിട്ടോ. 9:10 9:15 നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും മറക്കില്ല എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും, ബെസ്റ്റ് ഡേ ആയിരിക്കും. പൊളിക്കണം നമുക്ക്. ആക്കുന്നത് ഇതെന്താണ്? കൊള്ളാല കളി. ഞങ്ങളൊക്കെ പണ്ടാദ്യം ചിരട്ടുകൊണ്ട് ഇങ്ങനെ ചിരട്ടപ്പൊട്ടിട്ട് വേണം, ചക്കരപ്പൊട്ടൊക്കെ. അതറിയാം എനിക്ക്. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ചിരട്ടപ്പൊട്ട്, ചക്കരപ്പൊട്ട്, തേങ്ങാപ്പൊട്ട്, വാവാറി. നമ്മളൊരു പയ്യൻ നടന്നു പോകുന്നുണ്ട്. ഞാൻ രാവിലെ അങ്ങനെ ആരെയും ഫ്രീ ടിക്കറ്റ് കൊണ്ടുപോവാറില്ല, പക്ഷെ ഇവനെ കൊണ്ടുപോകല് നിർബന്ധമാണ്. എന്താ എവിടുക്കാ നിശ്ചയണ്ടേ? ഇത് സഹിച്ചു കേട്ടോ, നിശ്ചയുണ്ട്. നാളെ ഞങ്ങൾക്ക് നിശ്ചയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻഗേജ്മെന്റ് ഉണ്ട്. തിരക്ക് തുടങ്ങി അങ്ങാടിയില്. ഇവിടെ ഇങ്ങനെ വെല്ല മൂവ് ആകണം. ഒരു ഐഡിയ ഇല്ലാത്ത ആളാണ് ഇപ്പോൾ കാർ ഓടിക്കുന്നത്. ചെറിയൊരു പയ്യനാണ്. അവൻ്റെ ഒരു ഐഡിയ കുറവുകൊണ്ടാണ് ഇവിടെ ചെറിയ സ്റ്റെക്ക് ഇപ്പോൾ വന്നത്. എന്തൊക്കെയായാലും ഞാൻ ഒരു ട്രിപ്പ് പോയിട്ട് വരുവാണ്. ഫസ്റ്റ് ട്രിപ്പാണ് നമ്മളത്. അതൊരു 70 രൂപയുടെ ട്രിപ്പാണ്. ഇങ്ങോട്ടേക്ക് ഒരാൾ മടക്കം. അങ്ങനെ 80 രൂപയുടെ ട്രിപ്പാണ് ഇപ്പോൾ നമ്മൾ പോയത് കേട്ടോ. സ്റ്റാൻഡിൽ വണ്ടികൾ കുറവാണല്ലോ. ഇപ്പൊ നല്ല ഓട്ടം ഉണ്ടായിരുന്നപ്പോ സ്റ്റാൻഡിൽ വണ്ടികൾ കുറവാണ്. ഇത് എന്റെ സ്റ്റാൻഡിലേക്കുള്ള വണ്ടിയാണല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ 80 രൂപയ്ക്ക് ഓടിയിട്ടാ. സമയം അധികമൊന്നും ആയിട്ടില്ല. സമയം 10 മണി, കറക്റ്റ് 10 മണി. ബ്ലോക്കായി തുടങ്ങി. ഇന്നലെ ഇങ്ങനെ തന്നെ ബ്ലോക്കാണ്, ഇന്നും തന്നെ ബ്ലോക്കാണ്. പെരുന്നാളും അതുപോലെ തന്നെ സ്കൂൾ തുറക്കാനൊക്കെ ആയില്ലേ. ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. ഫസ്റ്റ് ഗ്യാപ്പിലാണ്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഒരു അർജന്റ് പറഞ്ഞ ട്രെയിൻ ഇപ്പൊ വരും. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് വണ്ടി വിളിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു 70 രൂപ എന്ന് പറയുന്നു. അയ്യോ 70 50 രൂപയല്ലേ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു 50 രൂപയല്ല. ആരാ നിങ്ങൾ 50 രൂപയ്ക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് വിട്ടോ, അല്ലെങ്കിൽ കൊണ്ടുപോയിരുന്നോ എന്ന് ചോദിച്ചു. എന്നാ പോട്ടെ വണ്ടി എന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടിയിൽ കയറി ആള് എന്നോട് പറഞ്ഞു 60 പോരെ ചോദിച്ചു. പറഞ്ഞു ചേച്ചി 60 അല്ല 70 ആണ് അങ്ങോട്ടേക്ക് വരുന്ന ചാർജ്. ഞാനൊരാൾ മാത്രം 60 ഇപ്പൊ പോന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്കതൊരു ശീലമാവുകയും ചെയ്യും. ബാക്കിയുള്ള ഡ്രൈവർമാരുടെ അടുത്ത് അതൊരു ഞാൻ ചെയ്തത് തെറ്റായിട്ട് മാറുകയും ചെയ്യും. കാരണം അവരോട് നിങ്ങൾ തന്നെയല്ലേ പറയാ 60 രൂപയ്ക്ക് ഞാൻ അന്നൊരു ദിവസം പോയല്ലോ, അന്ന് 60 രൂപയാണല്ലോ മേടിക്കല്, എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ 60 മേടിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് പറയാ. അത് തർക്കമൊന്നല്ല, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. പക്ഷേ അവരും തന്നെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ ഓട്ടോക്കാരോടൊക്കെ ബാർഗെയിൻ ചെയ്യുന്ന ആളുകളോട് നമ്മളുടെയൊക്കെ ഇവിടുത്തെ അവസ്ഥ വെച്ച് പറയുവാണെങ്കിൽ കറക്റ്റ് കിലോമീറ്റർ വാടക നമ്മൾ മേടിക്കാറുള്ളൂ. അതിന് മേലേക്ക് 1 രൂപ പോലും മേടിക്കാറില്ല. അങ്ങനെ ഏതിലൊക്കെ ഡ്രൈവർ ഗേറ്റ് അടവാട്ടോ. ട്രെയിൻ ഇപ്പോൾ ഗേറ്റ് അടവാ. ട്രെയിൻ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മുഴുവനാക്കാൻ വേണ്ടി പറ്റില്ല. വാണിയമ്പലത്തിനെ ആ ഒരു ഗേറ്റ് അടവിന്റെ ഗ്യാപ്പിൽ എനിക്ക് ഒരു മടക്കം കിട്ടി. ആ ഒരു മടക്കം കൊണ്ട് പോന്നപ്പോ വേറെ 3 ആളും കൂടി കിട്ടി. മൊത്തം 4 ആളെ കിട്ടി. അങ്ങനെ അതൊരു 40 കിട്ടി. അങ്ങോട്ടേക്ക് 70 കിട്ടി. അങ്ങനെ 110 രൂപയായി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടറിയാം ബാർഗെയിനിങ് ഒക്കെ. എവിടെ ഞാൻ പറഞ്ഞു നിർത്തിച്ച് ഓർമ്മല്ല. അതുകൊണ്ട് ഞാൻ അവിടെ നമുക്ക് ആ ടോപ്പിക്ക് കൂടാം. ഞാൻ അടുത്തൊരു പിടിക്കാം. നമ്മൾ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ്, അല്ല ഞാൻ അതിങ്ങനെ എഴുതി വെച്ച് വായിച്ച് പറയല്ലോ. നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഫ്ലോയിൽ പറയല്ലോ. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ സമയം എന്ന് പറയുമ്പോൾ 10:25.
ഒരു ലോക്കൽ പോണതാണ്. അപ്പോ എന്താ പറയാ, സ്റ്റാൻഡിൽ ഞാൻ സെക്കൻഡ് ഗ്യാപ്പിൽ നിൽക്കുമ്പോ നമ്മളുടെ വീഡിയോ കാണുന്ന ഒരു ഇക്ക വന്നായിരുന്നു. ആര്യമോൾക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. എന്താ പറയാ, ആളുടെ പേര് നാണി എന്നാണ്. എന്നോട് പറഞ്ഞത്. നാണി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ എന്ന് പറഞ്ഞ അങ്ങനെ. അപ്പൊ നാണിക്ക വന്നു. നാണിക്ക ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് എടവണ്ണ ഉള്ളതാണ്. എടവണ്ണ നിങ്ങൾക്കറിയാലോ, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോയിലും പറയാറുണ്ട്. പുറത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ല എടവണ്ണ എന്ന് പറയുമ്പോൾ. ഏതായാലും എടവണ്ണ ഉള്ളതാണ്, നമ്മുടെ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ആ റേഞ്ചിൽ. അപ്പൊ എനിക്ക് എന്നെ കണ്ടു, കുറച്ചേരം സംസാരിച്ചു. അദ്ദേഹത്തെ ഞാൻ വീഡിയോയിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോ തന്നെ ഞാൻ ഫസ്റ്റ് ഗ്യാപ്പിക്ക് എത്തി. അപ്പൊ ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കാന്ന് കരുതിയപ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞ ആര്യമോൾക്ക് ഞാൻ 2 ചോക്ലേറ്റ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് കടയിലേക്ക് പോയി. അപ്പോഴേക്ക് എനിക്ക് ഈ ഒരു ലോക്കൽ കിട്ടി. ഇതാണ് അറിയുന്ന ആളുകളാണ്, എന്നെ അടുത്തറിയുന്ന ആളുകളാണ്. അപ്പൊ പിന്നെ അവർ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അവരെ വണ്ടിയിൽ കയറ്റി. അപ്പോഴേക്ക് അദ്ദേഹം ചോക്ലേറ്റ് വാങ്ങി വന്നു. പക്ഷെ അദ്ദേഹത്തെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. അദ്ദേഹം ജിദ്ദയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ എന്താ ഇവിടെ സംഭവം, പോലീസ് സ്റ്റേഷനിൽ ആകെ നാട്ടുകാർ വളഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ജിദ്ദയില് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അവിടെ അവരെ ഒരുപാട് പേര് ഇരുന്ന് വീഡിയോ കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരു നേപ്പാളിലെ ഒരു സുഹൃത്ത് നമ്മളുടെ വീഡിയോ കണ്ട് സ്ഥിരം കാണാറുണ്ട്. എന്താ പറയാ, വലിയൊരു പ്രേക്ഷകനാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ നമ്മുടെ കാണാൻ വരുന്നതും. നിങ്ങൾ പുറത്തുണ്ടാവുമ്പോൾ, പുറത്തുനിന്ന് നിങ്ങൾ കാണുന്ന ഏരിയയിൽ നിന്ന് നിങ്ങൾ നമ്മളുടെ വീഡിയോ കാണുമ്പോൾ ആ ഒരു നിമിഷമൊക്കെ എന്നോട് പങ്കുവെക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു സുഖമാണ്. ഈ അടിവയറ്റിൽ മഞ്ഞ് വീഴാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സുഖമാണ്. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ലൈനൊക്കെ തന്നെ കേട്ടെ. ചായ കുടിക്കണക്ക് ഞാനിന്ന് പഴവും മുട്ടയായിരുന്നു രാവിലെ. അത് 2 കഷ്ണം പഴവും ഒരു മുട്ടയാണ് കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് നിൽക്കൂല, നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി കഴിയില്ല. അതിനൊരു ചായ കുടിക്കണം. ചായ കുടിക്കണമെങ്കിൽ കരുതിയിട്ടേ ക്യാമറ ഒക്കെ വണ്ടിയിൽ നിന്ന് എടുത്ത് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഇതിൽ വണ്ടി ഇഷ്ടം പോലെ പോയി. ഒരുമിച്ച് ഒരു 4 വണ്ടി പോയി. അപ്പൊ പിന്നെ ഞാൻ അടുത്ത ട്രിപ്പ് കഴിഞ്ഞിട്ട് നോക്കാം. 11 മണി ആയിട്ടുള്ളൂ. ഇപ്പൊ സമയം എത്ര ആയിരുന്നു കേൾക്കണം ഞങ്ങൾക്ക്? 1:22 ആയിട്ടുണ്ട്. 1:22 ഇപ്പൊ ഒരു ലോക്കല് ഒരു 30 രൂപയുടെ ട്രിപ്പ് പോകുന്നതാണ്. രാവിലത്തെ മട്ടും പാവും ഒരു വണ്ടിപ്പാച്ചലും ലൈനിൽ നിന്ന് വണ്ടി പോണതും ഒക്കെ കണ്ടപ്പോഴേക്ക് നമ്മൾ കരുതി ഇന്നത്തെ ദിവസം സെറ്റ് ആയിരുന്നു. പക്ഷെങ്കില് പെട്ടെന്ന് സ്റ്റെക്കായി. ലൈനിൽ വണ്ടി അനങ്ങാതെയായി. ഞാൻ ബാക്കിൽ കയറിയത് എനിക്ക് തോന്നുന്നു 12:30 എന്തോ ആണ്. ഓട്ടോ സ്റ്റാൻഡിന്റെ ബാക്കിൽ കയറി. എന്നിട്ടാണ് എനിക്കൊരു ലോക്കൽ ഇപ്പോഴാണ് കിട്ടുന്നത്. അതുവരെ ഫ്രണ്ടിൽ നിന്ന് ഓരോ വണ്ടി വെച്ച് ഇങ്ങനെ പോയി ഞാൻ അവിടെ ചെന്ന് കുടുങ്ങി. ഞാൻ 10 മിനിറ്റ് ഇരുന്നിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ എത്ര നേരെ ഇരുന്നതറിയോ? 8 കാലിയോ? അത് എന്തിന്റെ തൂവല? മയിലാണ് മയില്. വീട്ടിലേക്ക് പോകുന്ന ഞാൻ 8 കാലുണ്ട് പോലെ. വീട്ടിലേക്ക് പോകുന്ന 10, 15, 20, 25, 29, 30, 32. ഓക്കെ, ഇതൊരു ക്യാമ്പിങ്ങിന് പോയപ്പോൾ ഒരു ദിവസം എനിക്ക് കിട്ടിയതാണ് ഈ ഒരു മയിൽപ്പീല്. ഇത് ലേഡി കേട്ടോ, ഫീമെയിലിൻ്റെ ആണ്. ഫീമെയിൽ മയിൽപ്പീല് കാണാതെ ഇവിടെ ചെറുതായിട്ട് കാണും മയിലിൻ്റെ ആ ഒരു കളറ്. പക്ഷെ അതിലിപ്പോൾ അതൊക്കെ പോയി. ഇതൊക്കെ കേട് വരുത്തി അല്ലേ കളിച്ച് ഓക്കെ. പപ്പടം തിന്നാ. അപ്പോൾ ഞാൻ ചോറിനാണ് ഇന്ന്. കുറച്ച് ചോറ് ഉണ്ടു, കാണിച്ചില്ല, ഞാൻ മറന്നുപോയി. അത് എന്താ, കോളിഫ്ലവർ, കൈപ്പങ്ങ ഉപ്പേരി, ഇന്നലത്തെ മീൻ വറുത്തത്, പപ്പടം, ഒരു ചെറിയൊരു കറി. ഇതൊക്കെയാണ്. സീറ്റ് പൊന്തണില്ലേ? പൊന്തിച്ച് അതൊരു കാക്കുപ്പാന്നാണ്. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ള ആയിട്ടോ. ഇനിയൊരു മാസത്തിന് മുട്ടായി കൊണ്ടുവരില്ല കേട്ടോ. അതെടുത്തോ, ആ ഡയറി മിൽക്ക് പിടിച്ചില്ല സാർ. താങ്ക് യു പറഞ്ഞോടാ. താങ്ക് യു. 2:20, ഒരു 1:40 നമ്മൾ വന്നത്. നേരെ ഭക്ഷണം കഴിച്ചു ഇറങ്ങി. ഇനി വല്ലാതെ നിൽക്കുന്നില്ല. ഉച്ചക്കുള്ളൂ പോട്ടെ. കിട്ടുകയാണെങ്കിൽ ഉച്ച ടൈമിൽ ഒരു 4 മണിൻ്റെ ഉള്ളിലായിട്ട് കിട്ടും. ഇല്ലെന്നാണെങ്കിൽ കിട്ടൂല. പിന്നെ ഫ്രണ്ടിൻ്റെ പെങ്ങളെ നിശ്ചയമാണെന്ന് പറഞ്ഞില്ലേ,
പിന്നെ അവിടെ പോയിട്ട് ഡെക്കറേഷൻ്റെ സാധനങ്ങൾ വന്നിരുന്നു, അതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തു. നീ വൈകിട്ട് കുറച്ച് നേരത്തെ വന്നിട്ട്, അല്ലെങ്കിൽ അവൻ വിളിക്കുമ്പോൾ അവിടെ ചെന്നാടെ പറ്റുകയാണെങ്കിൽ ആ പായൊക്കെ കെട്ടുമ്പോൾ ടാർപ്പായ നമ്മൾ തന്നെ കെട്ടുന്നത്, നമ്മൾ തന്നെ ഒരു പന്തലിടുകയാണ്, ചെറിയൊരു പന്തൽ വലിച്ചു കെട്ടുക. 4 ഷീറ്റ് 4 അടുത്ത് വലിച്ചു കെട്ടുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് കെട്ടാൻ വേണ്ടിയിട്ട് അവൻ വിളിക്കുവാണെങ്കിൽ അപ്പൊ വരും വേണം. അവൻ വിളിച്ചില്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും ചെക്കന്മാര്, പോലെ അങ്ങനെ നോക്കിക്കോളും. കൊടുത്തം വിട്ട ബ്ലോക്ക്, വണ്ടികൾ കുറവാണ്, 3-4 വണ്ടികളൊക്കെ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിട്ട് ഇപ്പൊ സമയം എന്ന് പറയുന്നത് 3:40 നമ്മളൊരു 3 ലോക്കലാണ് ആകെ പോയത്. പിന്നെ ഇവിടെ നിൽക്കുന്നതാണ്. ഞാൻ 2ാമത്തെ വണ്ടിയാണ്. വണ്ടിയിൽ മുന്നത്തെ വണ്ടിയിൽ ആളുണ്ടാവും, പിന്നെ വെറുതെ അവിടെ ഇരിക്കേണ്ടി വരും. ഒരു ട്രിപ്പ് കിട്ടിയാൽ തിരിയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് സ്റ്റാൻഡിലേക്ക് കയറാൻ വേണ്ടി കഴിയില്ല, ആകെ ബുദ്ധിമുട്ടാണ്. വണ്ടിയാണോ വെച്ച് ചെയ്യുന്നത്. ആളുകൾ അതിലൂടെ നടന്നു വരുമ്പോൾ നമ്മൾ ഇരുന്ന് വണ്ടിക്കാണ്. സമയം 6:30. ഒരു 40 രൂപയുടെ ട്രിപ്പ് നാട്ടിലേക്ക് പോകുന്നതാണ്. പക്ഷെങ്കിൽ അങ്ങാടിയിലേക്ക് പോവാൻ തന്നെ തോന്നണില്ല, ബ്ലോക്ക് കൊണ്ടാണ്. ഒക്കെ ലോക്കലാണേ. നമ്മൾ ഒരു ട്രിപ്പ് പോയി റിട്ടേൺ അവിടേക്ക് എത്തുമ്പോഴേക്ക് എത്രങ്ങാനും സമയം എടുക്കണത്. അങ്ങാടിയിലേക്ക് പോവാൻ തന്നെ തോന്നണില്ല, മനസ്സന്നെ വരുന്നില്ല, അങ്ങോട്ടേക്ക് ചിന്ത തന്നെ വരുന്നില്ല. അങ്ങനെയും ബ്ലോക്ക്. ഒന്നിലേറെ സെന്ററിൽ പോലീസുകാരില്ല, ഹോം ഗാർഡ് നിൽക്കണില്ല സെന്ററിൽ. അതാണ് ഇതിൻ്റെ ഒക്കെ ഒരു വിഷയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2 പോലീസുകാർ ആ ഒരു 4 ജംഗ്ഷനിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നം തന്നെ വരില്ല. അപ്പോൾ ഇത് ഭയങ്കര ടൈറ്റ് ആയിടോ. ഏതായാലും ഇവിടെ കുറച്ചേരം നിൽക്കാമെന്ന് കരുതി. ഇവിടെ നല്ല തത്തകളുടെ ശബ്ദം കേൾക്കാം, അതുപോലെ തന്നെ കിളികളുടെ ശബ്ദം കേൾക്കാം. നല്ല പാടമാണ്. പിന്നെ നമ്മുടെ വണ്ടി, അതിമനോഹരമായിട്ടുള്ള കാഴ്ച അല്ലേ. നമ്മുടെ വണ്ടി ഒരു ഫ്രെയിം, കൊള്ളാല്ലേ. കാക്ക പറക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ കണ്ട് നിൽക്കുന്നുണ്ട്. കുറച്ചേരം ഇവിടെ നിൽക്കായിരുന്നു ഞാൻ. ഇത് ഫുള്ളായിട്ട് നെല്ല് ചെയ്തിരുന്ന പാടമായിരുന്നു. അപ്പോൾ ഇതിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ വാഴ വെച്ചു. ആ വാഴ ഞാൻ കാണിച്ചതാണ് ഒരു വട്ടം. അപ്പോൾ വെച്ചത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വെള്ളം കയറിയിട്ട് ആകെ നശിച്ചു പോയി. പിന്നെ ഈ ഒരു സൈഡൊക്കെ ഫുള്ളായിട്ട് കഴുങ്ങൊക്കെയാണ്. ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ വേണ്ടി വരാറുണ്ട് ഇതിലൊക്കെ, വെള്ളമൊക്കെ കൂടി ഇറങ്ങിയിട്ട്. പിന്നെ ഞാൻ ഞൗഞ്ഞി പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിരുന്നത് ഈ ഒരു പാടത്ത് കൂടെ ആയിരുന്നു. ഇപ്പോൾ കുട്ടികളെ കളിക്കുകയാണ് അവിടെ. റോഡ് അങ്ങനെ പോവും. നല്ല ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. തത്താളാണ്, നല്ല മൈനകൾ, പൂത്താങ്കിരി അറിയും. മൈനയല്ല, പൂത്താങ്കിരി അറിഞ്ഞ കിളിയുണ്ട്. ഇവിടെ ഇതാക്കണ മരക്കുത്തിക്കണ്. പാറിപ്പോയി. നല്ല ബ്ലോക്കാണ് ഞങ്ങന്മാരെ, പെരും ബ്ലോക്കാ. ബ്ലോക്കിന്റെ കന്നിമാസം. 20 സമയം. ഇനി ലൈനൊക്കെ ഇടണം. ലൈനൊക്കെ ഇടണമെങ്കിൽ നോക്കി നിങ്ങള് ആ ഒരു സൈഡ് അടഞ്ഞ് കിടക്കുകയാണ്. ഒരു ഗ്യാപ്പ് ഉണ്ട് നോക്കി, ഒരു ഗ്യാപ്പും ഇല്ല. ഇവിടെ ഈ സൈഡിൽ ഗ്യാപ്പ് ഉണ്ടോ? ഈ സൈഡിലും ഇല്ല. ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലേ. ആ ഗ്യാപ്പുകളോട് കയറാം നമ്മള്. കുറച്ച് ഹെൽപ്പാക്കിയ, പക്ഷേ തട്ടിപ്പോയി. ചെങ്ങൈമാരെ, ഈ ഒരു നേരം ആകേണ്ടി വന്നു നമുക്ക് നല്ലൊരു ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സമയം 7:53 ഒരു 180 രൂപയുടെ ട്രിപ്പാണ് ഞാൻ വന്നിട്ടുള്ളത്. 8 കിലോമീറ്റർ ദൂരത്തേക്ക്, കാളികാവിനടുത്ത് മൂച്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തണം. നാട്ടിൽ കണ്ടിന്റെ പെങ്ങളെ എൻഗേജ്മെന്റ് ആണ്, നാളെയാണ്. അപ്പൊ അതിന്റെ തലേ ദിവസമാണ്. അവിടെ ഹാജരാകൽ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് നേരെ നാടാട്ടാ. ഷെയർ വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തി. 850 റുപ്യക്കാണ് ഓടിയത് മൊത്തം. 850 എന്നല്ല, നമുക്ക് 1000-ന്റെ മേലെ ഓടാനുള്ള ഓട്ടം അങ്ങാടിയിൽ ഉണ്ടായിട്ടുമുണ്ട്. നമ്മളെ വന്ന് വിളിച്ചതാണൊക്കെയാണ്. പക്ഷേ ബ്ലോക്ക് കാരണം നമുക്ക് പലതും പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഒരുപാട് ട്രിപ്പാണ് ഞാനൊക്കെ ഒഴിവാക്കി. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഒഴിവാക്കിയത്. കാരണം ഈ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ ഇക്കാരം ട്രിപ്പുകൾ ഉണ്ടാവുക. നമ്മൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളൊരു 30 റുപ്യൻ്റെ ട്രിപ്പാണ് ഇതൊക്കെ ഉള്ളത്. ഒക്കെ 30. ഈ ഒരു 30 റുപ്യൻ്റെ ട്രിപ്പിന് വേണ്ടി നമ്മൾ ഈ ബ്ലോക്കിൽ നിന്ന് 10-20 മിനിറ്റ് നിന്ന് നമുക്ക് ഫ്യൂൽ ഭയങ്കര അധികം നഷ്ടമാണ്. നമ്മൾക്ക് ഒന്നും ഒക്കാത്ത രീതി ആയതുകൊണ്ട് നമ്മൾ പലതും ഒഴിവാക്കലാണ്. അതുപോലെ തന്നെ പിന്നെ ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടിയിലേക്ക് വന്ന് കയറാൻ പറ്റാതെ, നമ്മൾ ബ്ലോക്കിന് ഒരു ട്രിപ്പ് പോയിട്ട് ലൈനിൽ കയറാൻ പറ്റാതെ അങ്ങനെ ഒരുപാട് സമയം പോയി. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയായാലും 250 റുപ്യ കൂടിയിരിക്കണം. പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത ദിവസം കാണാം. ബൈ.